പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിലൂടെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹാവന്ദനം. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വ്യവസ്ഥാപിതമായ ഒരു വാഗ്ദാനമാണ് ഇവിടെ ദൈവം ഇസ്രായേലിന് നൽകുന്നത്. മാറയിലെ കയ്പ് ജലത്തെ മധുരമാക്കി മാറ്റി. അവർ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ടു. അവർ അത് ആസ്വദിച്ചു, അനുഭവിച്ചു. ഇനിയും വളരെ യാത്ര ചെയ്യുവാനുണ്ട്. അവിടെ വെച്ച് ദൈവം അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അതനുസരിച്ച് ഇനിയുള്ള നാളുകളിൽ മുമ്പോട്ട് പോയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയാണ്. മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളോ വ്യാധികളോ ഒന്നും അവരെ സ്പർശിക്കുകയില്ല. അവർ സൗഖ്യമുള്ളവരായിരിക്കും. രണ്ട് നിലയിലുള്ള സൗഖ്യം നമുക്ക് അനിവാര്യമാണ്. ഒന്ന് ശാരീരികമായ സൗഖ്യം, മറ്റൊന്ന് ആത്മീകമായ സൗഖ്യം. പാപമാണ് മനുഷ്യനെ രോഗിയാക്കിയത്. രണ്ട് നിലകളിൽ മനുഷ്യർ ഇന്ന് രോഗികളാണ്, ശാരീരികമായും ആത്മീയമായും. ശാരീരിക സൗഖ്യത്തിനു വേണ്ടി മനുഷ്യർ വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നു. ചിലതൊക്കെ സൗഖ്യമായി എന്ന് വരാം, പിന്നെയും രോഗം വരുന്നു, വീണ്ടും ചികിത്സ തേടുന്നു. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വൈദ്യന്മാരുടെ സഹായം ആവശ്യമായി വരുന്നു. 12 സംവത്സരം രക്തസ്രവം ബാധിച്ചിരുന്ന സ്ത്രീ വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചുവെന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവൾ തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചുവെങ്കിലും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിത്തീർന്നു. എന്നാൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരും എന്ന ആശയോടെ അവൾക്ക് പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ കടക്കാൻ ന്യായപ്രമാണപ്രകാരം അവകാശമില്ലെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവളുടെ വിശ്വാസം വളരെ വലുതായിരുന്നു. അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ സൗഖ്യമായി. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അവളോട് പറഞ്ഞു. ഇന്ന് രോഗസൗഖ്യത്തിൻ്റെ പേരിൽ പല തട്ടിപ്പുകളും നടത്തുന്ന ആളുകളുണ്ട്. കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടന്മാരുടെയും വലയിൽ വീണ് വലഞ്ഞ അനവധി രോഗികളുണ്ട്. കർത്താവിനെന്നും രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. അതിന് നാം വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ സമീപത്തേക്ക് ചെല്ലുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഹിതമെങ്കിൽ ദൈവം സൗഖ്യം തരും, സംശയമില്ല. എല്ലാ രോഗങ്ങളും പൂർണ്ണമായി സൗഖ്യമാകണമെന്നുമില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം മാറിക്കിട്ടാൻ 3 വട്ടം പ്രാർത്ഥിച്ചുവെന്നാൽ ശൂലം മാറിയില്ല. എന്നാൽ അത് ശരീരത്തിലുള്ളപ്പോൾ തന്നെ സമൃദ്ധിയായ ദൈവകൃപ അദ്ദേഹത്തിന് ലഭിച്ചു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി അവനിൽ ആവസിച്ചു. പാപനിമിത്തവും രോഗം വരാൻ സാധ്യതയുണ്ട്. പാപം 2 നിലയിലുണ്ട്: മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും. പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യം കൊടുക്കും. എന്നാൽ മരണത്തിനുള്ള പാപമാണ് ചെയ്തതെങ്കിൽ അതിനുവേണ്ടി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് ദൈവജനത്തിന് വരുന്ന ബാലശിക്ഷയാണ്. ബാലശിക്ഷ മരണം വരെയാകാം. അതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുക എന്നത് മാത്രമാണ് ബാലശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം.
ശാരീരിക സൗഖ്യത്തെക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് ആത്മീക സൗഖ്യം. ഇസ്രയേലിൻ്റെ അവസ്ഥ കണ്ടിട്ട് യെശയ്യാ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രം. ഇത് ശാരീരികമായ രോഗത്തെക്കുറിച്ചല്ല, ആത്മീകമായി സൗഖ്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുക. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നതായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. പാപനിമിത്തം ദൈവത്തിൽ നകന്നു പോയതാണ് ആത്മീക സൗഖ്യം നഷ്ടപ്പെടുവാൻ കാരണം. കർത്താവ് നിന്നെ അടുക്കലേക്ക് വിളിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് അടുത്തു വരുന്ന ആർക്കും ആത്മസൗഖ്യം സൗജന്യമായി ലഭിക്കും. ദൈവവുമായി നിരപ്പും പാപക്ഷമയും ലഭിക്കും. വിശ്വാസത്തോടെ അടുത്തു വരിക. കർത്താവ് പറഞ്ഞു, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രിയരേ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ താങ്കൾക്ക് ആത്മസൗഖ്യം ലഭിച്ചിട്ടുണ്ടോ? ശാരീരികമായ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും. ഒരുപക്ഷേ ശാരീരികമായ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാലും ആത്മസൗഖ്യം ലഭിച്ച ദൈവമക്കൾക്ക് കർത്താവിനോടുകൂടെ നിത്യം വസിക്കുവാൻ കഴിയും. ദൈവം താങ്കളെ ആ നിലയിൽ ആത്മസൗഖ്യമുള്ള അവസ്ഥയിൽ ജീവിക്കുവാൻ കൃപ ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ആത്മസൗഖ്യം പ്രാപിച്ച് ദൈവമഹത്വത്തിനായി ജീവിക്കുവാൻ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ആത്മസൗഖ്യം ലഭിക്കുവാനുള്ള ആ മാർഗം അവിടെ തുറന്നു തന്നതുകൊണ്ട് സ്തോത്രം. അതിലൂടെ അനേകായിരങ്ങൾ ആത്മസൗഖ്യം പ്രാപിച്ച് ആത്മസന്തോഷമുള്ളവരായിരിക്കുന്നല്ലോ. എന്നാൽ ഈ ആത്മസന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവിലേക്ക് വന്ന് ആത്മസൗഖ്യം പ്രാപിച്ച് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.